വ്യാപകമായി കുന്നിടിച്ച പ്രദേശത്ത് കെട്ടിനിന്ന വെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് പതിച്ചെന്നും റോഡ് തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും പരാതി. വെള്ളിയാഴ്ച രാവിലെ ശക്തമായി പെയ്ത മഴയിലാണ് ചെളിവെള്ളം വലിയ പൈപ്പിലൂടെ ഒഴുകി വന്നത്. കപ്പൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് തെക്കേലെ പടിക്കുന്നിൻ പ്രദേശത്താണ് ഈ ദുരിതം. തോരാത്ത മഴയിൽ തീരാത്ത ദുരിതമാണ് പ്രദേശവാസികൾക്ക്. മണ്ണെടുത്ത ഒരേക്കറോളം ഭാഗത്ത് കെട്ടിനിന്ന വെള്ളമാണ് കുത്തിയൊലിച്ച് പ്രദേശത്തെ വീടുകളിലേക്ക് പതിച്ചത്. വെള്ളം പുറത്തേക്ക് പോകാനായി സ്ഥാപിച്ച വലിയ പൈപ്പിലൂടെയാണ് ചെളിവെള്ളം ഒഴുകിയെത്തിയത്. മണ്ണും ഒലിച്ചിറങ്ങിയതോടെ കൂനമൂച്ചി പള്ളങ്ങാട്ട് ചിറ റോഡും ചെളി നിറഞ്ഞ് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നു. നല്ല ശക്തിയിൽ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ മുന്നേ വന്നിരുന്നില്ല. ഇപ്പോൾ ഈ മണ്ണെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ശക്തിയിൽ വെള്ളം വരുന്നത്. ശക്തിയിൽ വെള്ളം വന്നിട്ട് ആ പറമ്പിലേക്കും ഇവിടേക്കൊക്കെ ഫോഴ്സിൽ നല്ല ഇവിടുന്ന് ചാടി മറിഞ്ഞിട്ടാണ് വെള്ളം പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ നല്ല വെള്ളത്തിന് ചളിവെള്ളമായിരുന്നു. ചളിവെള്ളമാണ്. വെള്ളം മാത്രമല്ല അവിടെയുള്ള മണ്ണൊക്കെ കുത്തി ഒഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ വെച്ചാൽ വെള്ളം ഇങ്ങനെ വരുന്നോണ്ട് തന്നെ റോഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പോകുമ്പോഴൊക്കെ ഇതെന്നും ഇങ്ങനത്തെ മഴ തുടങ്ങിയപ്പോൾ മുതലേ ഈ റോഡിൽ ഓവുചാലുകൾ ഇല്ലാത്തതും ഉണ്ടായിരുന്നവ മൂടപ്പെട്ടതും വെള്ളമൊഴുകിപ്പോകാൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മണ്ണൊലിപ്പ് ഉൾപ്പെടെ സംബന്ധിച്ച് രേഖാമൂലം വകുപ്പുതല ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ആരോപണം. ജിയോളജി പെർമിഷനോട് കൂടിയാണ് ഈ പൈപ്പ് ഇട്ടിട്ടുള്ളത്. ഈ പൈപ്പിന്റെ വെള്ളം പുറത്തേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം PWD ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞത് ഈ പൈപ്പ് ഇവിടുന്ന് നീക്കം ചെയ്യും, ഇത്രയും വലിയ അളവിലെ വെള്ളം റോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ പൈപ്പ് ഇവിടുന്ന് നീക്കം ചെയ്താൽ നേരത്തെ നിങ്ങൾ കണ്ട ആ തടാകം നിറയെ വെള്ളമാവും. നിറയെ വെള്ളമാകുമ്പോൾ നേരിട്ട് 9 വീടുകൾ ഈ ലൈനിലുണ്ട്. ആ 9 വീടുകൾ ഒരു ചൂരൽമല പോലെ അത് ഒഴുകിപ്പോകും. ഇതിന് അനുബന്ധമായി എതിർവശത്തുള്ള വീട്ടുകാർക്കും അത് വലിയ റോഡിൻ്റെ എതിർവശത്തുള്ള വീട്ടുകാർക്കും വലിയ ശല്യമായി മാറും. ശല്യമല്ല, അവരുടെ വീടുകളും നശിക്കും. ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് എന്ന ആശയം, വെള്ളം നീക്കം ചെയ്യുക എന്ന ആശയം ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ PWD അത് മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. എല്ലാ വെള്ളവും അവിടുന്ന് വരുന്നത് വെള്ളം ഈ ഇവിടെയുള്ള വെള്ളങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. അതാദ്യം അങ്ങനെ വരും. അങ്ങനെ ലോറി പോയതാണ് കല്ലിട്ട് മടയിന് അപ്പുറവും. ആ കല്ലിട്ട് മടയിലേക്ക് പോയ വണ്ടികൾ ഇതിൽ തന്നെ വരുന്നത്. ആ വഴിയാണത്. അത് ആ വീട്ടുകാരൻ ഭീഷണിയായിട്ടല്ലേ നിൽക്കുന്നത്. അതൊക്കെ കല്ലിട്ട് മടയാണ്. ഒക്കെ കൂടിയിട്ട് വന്നാൽ ശരി, എന്താ ഇവിടെ വെള്ളം കെട്ടി നിന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുകൊണ്ടാണ് അടിയാത്തത്. തൃത്താല മേഖലകളിൽ വ്യാപകമായാണ് കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണ് ഖനനം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു. മഴക്കാലത്ത് കുന്നിൻ മുകളിലെ പലയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും വിഷയത്തിൽ പഞ്ചായത്തും പൊതുമരാമത്ത് അധികൃതരും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.